എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ST കിച്ചൻ വേഡിലേക്ക് സ്വാഗതം. ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ അവൽ ഇസ്തിരിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോവല്ലേ. ഇത് തയ്യാറാക്കാൻ വേണ്ടി ഒരു പാനിലേക്ക് 2 കപ്പ് അവൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ ബ്രൗൺ കളറിലുള്ള അവലാണ് എടുത്തിരിക്കുന്നത്. അതിനെ നല്ലതുപോലെ ഒന്ന് വറുത്ത് ഒരു ക്രിസ്പി ആവുന്നത് വരെ വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് കുറച്ച് നെയ്യ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. നെയ്യും കൂടി ചേർക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ നെയ്യ് ചേർക്കുന്നില്ല. നല്ലതുപോലെ ഒന്ന് ക്രിസ്പി ആവുന്നത് വരെ വറുത്തെടുക്കാം. അപ്പോൾ അവലിവിടെ നല്ലതുപോലെ വറുത്തെടുത്തിട്ടുണ്ട്. അന്ന് നമ്മൾ കൈ കൊണ്ട് തൊടുമ്പോൾ തന്നെ പൊടിഞ്ഞു പോകുന്ന ആ ഒരു പരുവത്തിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതൊന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കാം. അടുത്ത ഇതിലേക്ക് ആവശ്യമായ പാലൊന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കണം കേട്ടോ. ഞാൻ ഇവിടെ 2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് മധുരത്തിന് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എന്നിട്ട് തിളപ്പിച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്ക് സെറ്റ് ചെയ്യാം. അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു സ്റ്റീലിൻ്റെ പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് അവൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ 2-3 പിടി അളവിന് അവൽ ചേർത്ത് കൊടുക്കുകയാണ്. അടുത്ത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഓമപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ മിക്സറിൻ്റെ കൂടെയൊക്കെ കിട്ടുന്ന ആ ഒരു ഓമപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. നമുക്ക് ഇതിലേക്ക് നിറയെ ചേർക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുന്നത്. അപ്പോൾ നമ്മൾ ഓമപ്പൊടി കുറച്ച് അളവിൽ കൂടുതൽ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനി മധുരത്തിന് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് എത്രയാണോ മധുരം വേണ്ടത് ആ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ. ആ പഞ്ചസാരയും കൂടി ചേർത്തതിന് ശേഷം നമ്മളിതിലേക്ക് അടുത്ത് ചേർത്ത് കൊടുക്കുന്നത് മോറീസ് പഴമാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ 2 മോറീസ് പഴം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ മോറീസ് പഴം എന്നാണ് പറയുന്നത്. റോബസ്റ്റ് പഴമെന്നും പറയും കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ 2 പഴം എടുത്തിട്ടുണ്ട്. അതിനെ ഇനി തൊലിയെല്ലാം കളഞ്ഞ ശേഷം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. അപ്പം നമ്മൾ അവലൊക്കെ വീട്ടിലിരിക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെടുന്ന നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നു പോവല്ലേ. അപ്പം ഞാൻ ഇവിടെ 2 പഴം അതിലേക്ക് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ പഴം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പാലാണ് കേട്ടോ. നല്ല ചെറു ചൂട് ഉള്ള പാലാണ് ചേർത്ത് കൊടുക്കാൻ. അധികം തിളച്ച പാലല്ല, നല്ല ചെറു ചൂടായിരിക്കണം കേട്ടോ പാല്. അപ്പം നമുക്ക് എത്രയാണോ അളവ് വേണ്ടത് ആ അളവിലൊന്ന് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മളിത് തയ്യാറാക്കിയ ഉടനെ കഴിക്കണം കേട്ടോ. ആ ഒരു ക്രിസ്പി പരുവത്തിലിരിക്കുമ്പോൾ തന്നെ അത് കഴിക്കുന്നതാണ് ടേസ്റ്റ് കൂടുതൽ. തണുത്ത് പോയാൽ ഒട്ടും തന്നെ ടേസ്റ്റ് കാണില്ല കേട്ടോ. നല്ലതുപോലെ നമ്മൾ തയ്യാറാക്കിയ ഉടനെ കഴിക്കണം കേട്ടോ. അങ്ങനെ നല്ല സ്വാദിഷ്ടമായ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ അവൽ ഇസ്തിരി തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒരിക്കലെങ്കിലും തയ്യാറാക്കി നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോവല്ലേ.